നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ചാനലിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സഹായിക്കുന്ന രഹസ്യങ്ങൾ നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം. താങ്കൾ ഒരു യുവാവോ മധ്യവയസ്കനോ അല്ലെങ്കിൽ പ്രായമായവരോ ആകട്ടെ, എല്ലാവർക്കും ഈ വീഡിയോ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കാരണം ആരോഗ്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം. ഇപ്പോൾ ഒരു ചോദ്യം: താങ്കളുടെ ദിനചര്യയിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ശീലങ്ങളുണ്ടോ? അതെ, ഈ രോഗങ്ങൾ നമ്മുടെ ജീവിത രീതിയുടെ ഫലമാണ്. പക്ഷേ സന്തോഷവാർത്തയുണ്ട്. ലളിതമായ മാറ്റങ്ങൾ കൊണ്ട് ഇവയെ പൂർണ്ണമായും തടയാം, അല്ലെങ്കിൽ തിരിച്ചുപിടിക്കാം. ഈ വീഡിയോയിൽ ആയുർവേദത്തിൻ്റെ ജ്ഞാനവും ആധുനിക ശാസ്ത്രീയ അറിവും സമന്വയിപ്പിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രധാന കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇത് കേട്ടാൽ താങ്കളുടെ ജീവിതം മാറിമറിയും. അതാണ് ഞങ്ങളുടെ വാഗ്ദാനം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ചെയ്യുക. ബെൽ ഐക്കണും പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഒരു കഥയിലൂടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. കാരണം കഥകൾ നമ്മുടെ മനസ്സിനെ ആകർഷിക്കുകയും പാഠങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കുകയും ചെയ്യും. വളരെ കാലം മുൻപ് ഹിമാലയത്തിൻ്റെ താഴ്വരയും ഒരാശ്രമത്തിൽ രാമൻ എന്നൊരു മധ്യവയസ്കൻ താമസിച്ചിരുന്നു. രാമൻ ഒരു ഓഫീസ് ജോലിക്കാരനായിരുന്നു. ദിവസവും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജങ്ക് ഫുഡ് കഴിച്ച് വ്യായാമം മറന്ന് ജീവിക്കുന്നവൻ. ക്രമേണ അയാളുടെ ശരീരം ക്ഷീണിച്ചു. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. നിരന്തരമായ ദാഹം, ക്ഷീണം, ഭാരം കൂടൽ, രക്തസമ്മർദ്ദം ഉയർന്നു. ഹൃദയം അപകട സിഗ്നലുകൾ നൽകി. ഡോക്ടർമാർ മരുന്നുകൾ നിർദ്ദേശിച്ചു. പക്ഷേ രാമൻ മനസ്സിലാക്കി, മരുന്നുകൾ മാത്രം പോരാ, ജീവിതം മാറ്റണം. അങ്ങനെ അയാൾ ആശ്രമത്തിലെ പ്രശസ്ത ആയുർവേദ ഗുരുവിനെ സമീപിച്ചു. ഗുരു ഒരു പ്രകൃതിപ്രേമിയും ജ്ഞാനിയുമായിരുന്നു. രാമൻ ഗുരുവിനെ വണങ്ങി പറഞ്ഞു: ഗുരുദേവ, എൻ്റെ ജീവിതം രോഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഇവയെല്ലാം എന്നെ വേട്ടയാടുന്നു. ദയവായി ഇവയെ തോൽപ്പിക്കാനുള്ള വഴികൾ പറഞ്ഞു തരണം. ഞാൻ എപ്പോഴും ഊർജ്ജസ്വലനും ആരോഗ്യവാനുമായിരിക്കണം. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: പ്രിയ രാമ, താങ്കളുടെ രോഗങ്ങൾ ജീവിതശൈലിയുടെ സമ്മാനമാണ്. ആധുനിക ജീവിതം നമ്മെ പ്രകൃതിയിൽ നിന്നകറ്റി അനാരോഗ്യകരമായ ശീലങ്ങൾ നൽകി. പക്ഷേ ആയുർവേദം പറയുന്നു, സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം. ആരോഗ്യമുള്ളവൻ ആരോഗ്യം സംരക്ഷിക്കണം, രോഗികൾക്ക് ചികിത്സയും. ഇന്ന് ഞാൻ താങ്കൾക്ക് 7 പ്രധാന വഴികൾ പറഞ്ഞു തരാം. ഇവ പാലിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ താങ്കളെ സമീപിക്കില്ല. പ്രകൃതിയുടെ താളത്തോട് ചേർന്ന് ജീവിക്കുക, അതാണ് രഹസ്യം. ആദ്യത്തെ വഴി: ഭക്ഷണക്രമത്തിൽ സന്തുലനം കൊണ്ടുവരിക. ഗുരു വിശദീകരിച്ചു: രാമ, നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിന് പോഷകസമ്പന്നമായ ഭക്ഷണം ആവശ്യമാണ്. ആയുർവേദ പ്രകാരം താങ്കളുടെ ദോഷങ്ങൾ വാത, പിത്ത, കഫ അനുസരിച്ച് ഭക്ഷണം തിരഞ്ഞെടുക്കണം. പൊതുവെ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ഫൈബർ ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇലക്കറികൾ, ആപ്പിൾ, ഓറഞ്ച്, ബ്രക്കോളി ഇവ രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുകയും കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യും. ശാസ്ത്രീയമായി ലോകാരോഗ്യ സംഘടന പറയുന്നു, ദിവസവും 5 പോർഷനുകൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് പ്രമേഹ സാധ്യത 20% കുറയ്ക്കും. അമിതമായ പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവ ഒഴിവാക്കുക. ജങ്ക് ഫുഡ്, ചിപ്സ്, ബർഗർ, സോഡ ഇവ ശരീരത്തിൽ വിഷങ്ങൾ അടിഞ്ഞുകൂടാൻ കാരണമാകും. പകരം ഹോം മെയ്ഡ് ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, രാവിലെ ഓട്സ് അല്ലെങ്കിൽ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറും കറികളും, രാത്രി ലഘുഭക്ഷണം. ഇങ്ങനെ ചെയ്താൽ അമിതവണ്ണം കുറയുകയും രക്തസമ്മർദ്ദം നോർമലാവുകയും ചെയ്യും. ഇതിൻ്റെ സൗന്ദര്യമറിയണമെങ്കിൽ ഒരു ചെറിയ കഥ കേൾക്കൂ. ഒരു കർഷകൻ തൻ്റെ നിലത്ത് നല്ല വിത്തുകൾ വിതച്ചു, പരിപാലിച്ചു. ഫലം സമൃദ്ധമായ വിളവ്. അതുപോലെ താങ്കളുടെ ശരീരത്തിന് നല്ല ഭക്ഷണം നൽകിയാൽ ആരോഗ്യം പൂത്തുതളയും. എന്നാൽ മോശം ഭക്ഷണം വിതച്ചാൽ രോഗങ്ങൾ മുളയ്ക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വഴി: ദൈനംദിന വ്യായാമം. ഗുരു തുടർന്നു: ശരീരം ചലനത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ആയുർവേദം പറയുന്നു, വ്യായാമം ദോഷങ്ങളെ സന്തുലിതമാക്കും. ദിവസവും 30 മിനിറ്റ് നടത്തം, യോഗ അല്ലെങ്കിൽ സൈക്ലിംഗ് ഇവയൊന്ന് തിരഞ്ഞെടുക്കുക. നടത്തം രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. യോഗാസനങ്ങൾ, സൂര്യനമസ്കാരം, പ്രാണായാമം മനസ്സിനെ ശാന്തമാക്കി സമ്മർദ്ദം കുറയ്ക്കും. ആധുനിക പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ആഴ്ചയിൽ 150 മിനിറ്റ് വ്യായാമം ചെയ്യുന്നവരിൽ പ്രമേഹ സാധ്യത 58% കുറയുന്നു. അമിതവണ്ണമുള്ളവർക്ക് 5 മുതൽ 10% ഭാരം കുറയ്ക്കുന്നത് ഹൈപ്പർ ടെൻഷനെ തടയും.
ഉദാഹരണത്തിന്, രാവിലെ പാർക്കിൽ നടക്കുമ്പോൾ പ്രകൃതിയുടെ ശുദ്ധവായു ശ്വസിക്കുക. ഇത് ശരീരത്തിലെ ടോക്സിനുകളെ പുറത്താക്കും. ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. ഒരു നദി ഒഴുകിക്കൊണ്ടിരുന്നാൽ അത് ശുദ്ധമായിരിക്കും, നിശ്ചലമായാൽ മലിനമാകും. അതുപോലെ ശരീരം ചലിക്കാതിരുന്നാൽ രോഗങ്ങൾ അടിയും. അതുകൊണ്ട് വ്യായാമത്തെ ദിനചര്യയുടെ ഭാഗമാക്കുക. മൂന്നാമത്തെ വഴി, ജലപാനം വർദ്ധിപ്പിക്കുകയും ഹൈഡ്രേഷൻ നിലനിർത്തുകയും. ജലം ജീവന്റെ അമൃതമാണ്. ആയുർവേദം പറയുന്നു, ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇത് ദഹനം മെച്ചപ്പെടുത്തുകയും വിഷവസ്തുക്കളെ പുറത്താക്കുകയും ചെയ്യും. രാവിലെ നാരങ്ങ വെള്ളം, വൈറ്റമിൻ സി ധാരാളം, രോഗപ്രതിരോധം വർദ്ധിപ്പിക്കും. പഠനങ്ങൾ കാണിക്കുന്നു, മതിയായ ജലം കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും കിഡ്നി പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അമിതവണ്ണത്തിനെതിരെ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക. അത് അമിത ഭക്ഷണം തടയും. ഒരു ഉപമ, മരുഭൂമിയിലെ ഒയാസിസ് പോലെ ജലം ശരീരത്തിന് പുതുജീവൻ നൽകും. കോഫി, ടീ എന്നിവ പരിമിതപ്പെടുത്തുക. ഇങ്ങനെ ചെയ്താൽ താങ്കളുടെ സ്കിൻ തിളങ്ങും, ശരീരം ലഘുവാകും. നാലാമത്തെ വഴി, സമ്മർദ്ദം നിയന്ത്രിക്കുക. ഗുരു ഉപദേശിച്ചു, മനസ്സിന്റെ അസ്വസ്ഥത ശരീരത്തെ രോഗിയാക്കും. ആയുർവേദത്തിൽ മെഡിറ്റേഷൻ, യോഗ, പ്രകൃതി സ്പർശം ഇവ സമ്മർദ്ദത്തെ അകറ്റും. ദിവസവും 10 മിനിറ്റ് ധ്യാനം ചെയ്യുക. ശാസ്ത്രം പറയുന്നു, ക്രോണിക് സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിപ്പിച്ച് പ്രമേഹവും ഹൃദ്രോഗവും ഉണ്ടാക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നവരിൽ രക്തസമ്മർദ്ദം 5 മുതൽ 10 mmHg കുറയുന്നു. ഉദാഹരണത്തിന്, വൈകുന്നേരം ഒരു പാർക്കിലിരുന്ന് ശ്വസിക്കുക. ഒരു കഥ, ഒരു കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ടാൽ ക്യാപ്റ്റൻ ശാന്തനായിരിക്കണം. അതുപോലെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളിൽ മനസ്സ് ശാന്തമാക്കുക. ഇത് രോഗങ്ങളെ അകറ്റും. അഞ്ചാമത്തെ വഴി, പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക. ഇവ ശരീരത്തിന്റെ ശത്രുക്കളാണ്. ആയുർവേദം വിഷങ്ങൾ ഒഴിവാക്കാൻ ഉപദേശിക്കുന്നു. പുകവലി ഹൃദയത്തെയും ശ്വാസകോശത്തെയും നശിപ്പിക്കും. മദ്യം കരളിനെ ദുർബലമാക്കും. പഠനങ്ങൾ, പുകവലി ഉപേക്ഷിച്ചാൽ ഹൃദ്രോഗ സാധ്യത 50% കുറയ്ക്കും. മിതമായ മദ്യപാനം പോലും പ്രമേഹത്തെ വർദ്ധിപ്പിക്കും. പകരം ഹെർബൽ ടീ, തുളസി, ഇഞ്ചി കുടിക്കുക. ഒരു ഉപമ, വിഷം കലർന്ന ഭക്ഷണം കഴിക്കരുത്. അതുപോലെ ഇവയെ ഒഴിവാക്കി ശരീരത്തെ ശുദ്ധമാക്കുക. ആറാമത്തെ വഴി, നിദ്രയ്ക്ക് പ്രാധാന്യം നൽകുക. ഗുരു പറഞ്ഞു, രാത്രി 7 മണിക്കൂർ ഗാഠനിദ്ര ആവശ്യം. ആയുർവേദത്തിൽ ദിനചര്യയിൽ നിദ്ര പ്രധാനം. രാത്രി 10 മണിക്ക് മുമ്പ് ഉറങ്ങുക. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. ശാസ്ത്രം, നിദ്രക്കുറവ് ഇൻസുലിൻ പ്രതിരോധം വർദ്ധിപ്പിക്കും, അമിതവണ്ണമുണ്ടാക്കും. നല്ല നിദ്ര ഹോർമോണുകളെ സന്തുലിതമാക്കും. ഉദാഹരണത്തിന്, ബെഡ്റൂമിനെ ശാന്തമാക്കുക, സ്ക്രീനുകൾ ഒഴിവാക്കുക. ഒരു കഥ, ഒരു യോദ്ധാവ് വിശ്രമിക്കാതെ യുദ്ധം ചെയ്താൽ തോറ്റുപോകും. അതുപോലെ നിദ്രയില്ലാതെ ജീവിതം രോഗങ്ങളിലേക്ക് നയിക്കും. ഏഴാമത്തെ വഴി, പതിവ് മെഡിക്കൽ ചെക്കപ്പുകൾ. രോഗങ്ങൾ ആരംഭത്തിൽ കണ്ടെത്തുക. ആയുർവേദം പ്രതിരോധത്തെ ഊന്നുന്നു. വർഷത്തിലൊരിക്കൽ രക്തപരിശോധന, BP ചെക്ക് ചെയ്യുക. പഠനങ്ങൾ, നേരത്തെയുള്ള കണ്ടെത്തൽ പ്രമേഹത്തെ 80% നിയന്ത്രിക്കും. ഡോക്ടറുമായി ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ ഹെർബുകൾ, തുർമരിക്, അശ്വഗന്ധ ഉപയോഗിക്കുക. ഇത് ശരീരത്തെ ശക്തിപ്പെടുത്തും. ഒരു ഉപമ, ഒരു വാഹനം പരിശോധിക്കാതെ ഓടിച്ചാൽ തകരാറുണ്ടാകും. അതുപോലെ ശരീരത്തെ പരിശോധിക്കുക. ഗുരുവിന്റെ ഉപദേശങ്ങൾ കേട്ട് രാമൻ മാറി. അയാൾ ഈ വഴികൾ പാലിച്ചു. രോഗങ്ങൾ അപ്രത്യക്ഷമായി. ജീവിതം പൂത്തുതളഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ താങ്കളുടെ ജീവിതത്തിലും പ്രയോഗിക്കാം. ഇന്നു മുതൽ ഒരു മാറ്റം തുടങ്ങുക. ഭക്ഷണം, വ്യായാമം, നിദ്ര. താങ്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റിൽ ഏതു വഴിയാണ് താങ്കൾ ആദ്യം പരീക്ഷിക്കുന്നത് എന്ന് പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.